പറ്റിക്കാനാണെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ എവിടെ നോക്കിയാലും പ്രമുഖരായതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രമുഖ ഫുഡ് ബ്ലോഗറിൻ്റെ വീഡിയോ കണ്ടുണ്ടാക്കിയ റെസിപ്പിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനിപ്പോൾ എന്താ പ്രശ്നം എന്നല്ലേ. ഇത് ഇങ്ങനൊന്നും ആയിരുന്നില്ലടോ, ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ ഞാൻ പെട്ട പാട് ഇതാ കണ്ടോ. അങ്ങനെ നമ്മുടെ പ്രമുഖ പറഞ്ഞതനുസരിച്ച് 2 കഷ്ണം ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ചതച്ച് ഒരരിപ്പ വെച്ചതിൻ്റെ നീരൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തു. ഇതുപോലെ ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി ഇളക്കി അലിയിപ്പിച്ച് ആ പാലൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മുടെ ഇഞ്ചിനീരിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പാല് നല്ല പുഡിംഗ് പരുവത്തിൽ വരുമെന്നാണ് ആള് പറഞ്ഞത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഈ ഒരു പരുവത്തിലും. പിന്നെ ഒരു 1 മണിക്കൂർ വെച്ചിട്ടും നോ രക്ഷ. അപ്പോൾ പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കാന്ന്. അവിടെയും വെച്ച് ഒരു 1 മണിക്കൂർ, അപ്പോഴും നോ രക്ഷ. പുള്ളിക്കാരിയുടെ വീഡിയോയിൽ പറയുന്ന ആ കോൺഫിഡൻസും ഒക്കെ കണ്ടുണ്ടാക്കിയ ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? നമ്മളെ അങ്ങനെ അങ്ങ് പറ്റിക്കാൻ വരട്ടെ. ഇതൊന്ന് ശരിയാക്കി നോക്കിയിട്ടേ ഉള്ളൂ എന്ന് ഞാനും വെച്ചു. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അലിയിപ്പിച്ച് ഇനി പാനിലേക്ക് നമ്മുടെ ആദ്യത്തെ പാൽ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ കോൺഫ്ലോർ മിക്സും ഒഴിച്ചു കൊടുത്ത് 2 തുള്ളി വാനില എസൻസും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെത്തിയ തീ ഓഫ് ചെയ്യാം. ഇനി സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായി. അപ്പോൾ ഞാനും ഇതേപോലെ കുക്കിംഗ് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളത് ഞാൻ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ള റെസിപ്പീസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഈ കുക്കിംഗ് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ലൈക്കിനും ഷെയറിനും വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാതെ നിങ്ങൾ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ളതും ഇതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള റെസിപ്പീസ് മാത്രം അപ്ലോഡ് ചെയ്യുക പ്ലീസ്. അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റിയതുപോലെ ഇത് കണ്ടുണ്ടാക്കുന്ന മറ്റു പലർക്കും പറ്റും. വെറുതെ എന്തിനാ നമ്മളായിട്ട് മറ്റുള്ളവരുടെ എഫേർട്ടും ടൈമും ഒക്കെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.